BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. പിൻവാതിൽ നിയമനത്തിനെതിരെ ജൻസി സമരം നടത്താനൊരുങ്ങി PSC ഉദ്യോഗസ്ഥർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സൂചനാ സമരം ആരംഭിച്ചിട്ടുണ്ട്. CJP മാതൃകയിൽ സമരവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. വിവിധ റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ കൂട്ടായ്മയാണ് സമരം നടത്തുന്നത്. ഓൾ കേരള PSC ഡ്രൈവർ റാങ്ക് ഹോൾഡേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് പ്രതിഷേധം നടത്തുന്നത്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരം അനിശ്ചിതകാലമായി തുടരാനാണ് തീരുമാനം. PSC ക്രമക്കേട് നിയമനം നടക്കാത്തത് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചാണ് പ്രതിഷേധം. CJP സമരം വിജയത്തിന് പിന്നാലെ കൂടുതൽ പേർ PSC സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ അധ്യാപക റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രതിഷേധവും ശക്തമാവുകയാണ്. അനിശ്ചിതകാല സമരവുമായി UAPST റാങ്ക് ഹോൾഡേഴ്സും രംഗത്തെത്തിയിട്ടുണ്ട്. 25 ദിവസമായി തുടരുന്ന LPST റാങ്ക് ഹോൾഡേഴ്സ് സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാട് കടുപ്പിച്ചതിന് പിന്നാലെയാണ് UPST റാങ്ക് ഹോൾഡേഴ്സും സമരവുമായി രംഗത്തെത്തിയത്. അധ്യാപക ഒഴിവുകൾ ഉണ്ടായിട്ടും നിയമന നടപടികൾ വൈകിപ്പിക്കുകയാണെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. ഉദ്യോഗാർത്ഥികളുടെ ആവശ്യങ്ങളിൽ സർക്കാർ അനാസ്ഥ തുടരുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു. ഡൽഹിയിലെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിൽ ഉൾപ്പെട്ട ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സർക്കാർ സ്വന്തം സംസ്ഥാനത്തെ റാങ്ക് ഹോൾഡേഴ്സിന്റെ ആവശ്യങ്ങൾ അവഗണിക്കുകയാണെന്നും അവർ പ്രതികരിച്ചു. 2025 ഒക്ടോബറിലാണ് UPST റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ലിസ്റ്റ് വന്നതിന് പിന്നാലെ ആദ്യ അധ്യയന വർഷവും കഴിഞ്ഞു. എന്നാൽ 2 പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചത്. പല ജില്ലകളിലും 1ാം റാങ്കുകാർ പോലും നിയമിതരായിട്ടില്ലെന്നും ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സമരം തുടങ്ങുന്നതിന് മുൻപ് 2 തവണ ഉദ്യോഗാർത്ഥികൾ സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു. എന്നാൽ സർക്കാർ നിയമന നടപടികളിലൊന്നും സ്വീകരിച്ചില്ല. തങ്ങളെ സർക്കാർ സമരത്തിലേക്ക് തള്ളിവിടുകയാണെന്നും ഉദ്യോഗാർത്ഥികൾ ആരോപിച്ചു. നിയമനം ഉറപ്പാക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് 25 ദിവസമായി സമരം തുടർന്ന LPST റാങ്ക് ഹോൾഡേഴ്സിന്റെയും നിലപാട്. അതേസമയം PSC പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ SIT രംഗത്തെത്തി. ക്രമക്കേടിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ പങ്കാളിത്തം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. പരീക്ഷാ വിഭാഗത്തിലെ കമ്പ്യൂട്ടറുകൾ പിടിച്ചെടുക്കാനാണ് നീക്കം. ഉദ്യോഗസ്ഥരുടെ ഫോൺ കോൾ വിശദാംശങ്ങളും ശേഖരിക്കും. അന്വേഷണത്തിന്റെ അടുത്ത പടിയാണെന്നും PSCയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉടൻ ചോദ്യം ചെയ്യും. അന്വേഷണ സംഘം വിപുലീകരിക്കാനും തീരുമാനമുണ്ട്. ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പ്രിയപ്പെട്ട കേരള സമൂഹമേ, മലയാളി സമൂഹമേ, നിങ്ങൾ അറിയണം, ഞങ്ങൾ 25 നാളായി ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ എന്തിനിരിക്കുന്നത്. ഞങ്ങളിവിടെ ഇരിക്കാൻ കാരണം ഞങ്ങൾ ഒരു പരീക്ഷ പഠിച്ചെഴുതിപ്പോയി, അതിൽ റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്തിപ്പോയി, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു പോയി എന്ന് തന്നെയാണ്. കാരണം ഈ കേരളത്തിൽ നടന്നു വരുന്നത് പണാധിപത്യമാണ്. ജനാധിപത്യം എന്നേ മരിച്ചുപോയി. കാരണം പണമുള്ളവന് മാത്രം ജോലി എന്ന നിലയിലേക്ക്, പ്രത്യേകിച്ച് അധ്യാപക ജോലി എന്നത് മാറിയിരിക്കുന്നു. കോഴപ്പണം കൊടുക്കാൻ ഉള്ളവർക്ക് മാത്രമായി അധ്യാപക ജോലി മാറ്റിവെച്ചു ഇപ്പോൾ സർക്കാർ. കാരണം ഞങ്ങൾ മുമ്പിലെത്തിയിട്ടും ഡിവിഷൻ ഫാൾ വന്നപ്പോൾ ഡിവിഷൻ കുറക്കാൻ വേണ്ടി 1:25 ആക്കുക, HTE പോസ്റ്റുകൾ നമ്മൾക്ക് വിട്ടുതരിക. അതേപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളിൽ 1:1. കാരണം എയ്ഡഡ് സ്കൂളുകൾ അഡീഷണൽ പോസ്റ്റ് ഉണ്ടാകുമ്പോൾ ഒരു പോസ്റ്റ് സർക്കാരിനായി മാറ്റിവെക്കേണ്ടതുണ്ട്. അപ്പോൾ ആ പോസ്റ്റുകൾ ഞങ്ങൾക്ക് തരിക എന്നുള്ള ആവശ്യങ്ങളായിരുന്നു നമ്മൾ ഉന്നയിച്ചത്. അതേപോലെ ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടി മുഴുവൻ പേർക്കും നിയമനം നൽകുക എന്നുള്ളത്. കാരണം ലിസ്റ്റ് വന്നിട്ട് 2 വർഷമായെങ്കിലും ഇതുവരെ 4 ജില്ലകളിൽ 1ാം റാങ്കിന് പോലും നിയമനം കിട്ടിയില്ല. കാരണം നമ്മൾ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ആകെ ഏറ്റവും ടോപ്പ് കിട്ടാൻ പോകുന്ന 1ാം റാങ്കാണ്. അതിനപ്പുറം ഒരു റാങ്കില്ല. ആ 1ാം റാങ്ക് കിട്ടിയ ആളുകൾ ഇന്ന് ഈ തെരുവിൽ കിടക്കുകയാണ്. രാത്രിയും പകലും വെയിലും മഴയും കൊണ്ട് ഈ തെരുവിൽ അലയുകയാണ്. എന്നിട്ടും ഈ മുഖ്യമന്ത്രിയുടെ 100 മീറ്റർ ദൂരത്ത് മുമ്പിലിരുന്നിട്ട് മുഖ്യമന്ത്രി ഞങ്ങൾ കണ്ടില്ല. പക്ഷേ മുഖ്യമന്ത്രി സെലക്റ്റീവായാണ് സമരങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. സമരങ്ങളോട് അനുഭാവപൂർണ്ണമായ നടപടിയാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഞങ്ങളുടെ സമരത്തെ ഇതുവരെ കണ്ടതേയില്ല. ഒരു പ്രാവശ്യം ഇതിൽ പോയിരുന്നു, പക്ഷേ ഞങ്ങൾ കണ്ടില്ല. പക്ഷേ അതേ സമയം തന്നെ ഡൽഹിയിലേക്ക് 3000 കിലോമീറ്ററുകൾക്കപ്പുറം ഫ്ലൈറ്റ് പിടിച്ചു പോയി അനുഭാവപൂർണ്ണമായ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി ഞങ്ങളോട് ധാർഷ്ട്യം നിറഞ്ഞ സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ഞങ്ങളായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് മുഖ്യമന്ത്രിയെ കാണാൻ പോയിരുന്നു. അതിന് മുമ്പ് വിദ്യാഭ്യാസ മന്ത്രിയെയും കാണാൻ പോയിരുന്നു. അപ്പോൾ അവർ ഞങ്ങളുടെ സമരത്തോട് പഠിക്കട്ടെ എന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും സമരം ചെയ്തപ്പോൾ ഈ സമരപ്പന്തലിൽ വന്നിരുന്ന് ഞങ്ങൾക്ക് വേണ്ട ആവശ്യമുള്ള പണമടക്കം തന്നവരാണ് ഈ സർക്കാർ, ഇന്ന് അധികാരത്തിലിരിക്കുന്നവർ. അന്ന് അവർ പറഞ്ഞത് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതായത് കഴിഞ്ഞ പ്രതിപക്ഷം, അതായത് ഇന്ന് ഭരിക്കുന്ന UDF കഴിഞ്ഞ സമരത്ത് പറഞ്ഞത് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് അധികാര കസേര കിട്ടിയാൽ ആദ്യത്തെ നിയമനം നിങ്ങൾക്കായിരിക്കും, ആദ്യത്തെ പരിഗണന നിങ്ങളുടെ ജോലിക്കായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ജോലിക്ക് വേണ്ടി, കാരണം 2 അധ്യയന വർഷങ്ങൾ കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് 1 അധ്യയന വർഷം മാത്രമാണുള്ളത്. എന്നിട്ട് നിയമനങ്ങളില്ലാതിരുന്നപ്പോൾ ഞങ്ങൾ മന്ത്രിയെ കണ്ട് സംസാരിക്കുമ്പോൾ മന്ത്രി പറയുന്നത് 2 മാസം വേണമെന്നാണ്. ഈ 2 മാസം വേണം എന്നത് ഞങ്ങൾ വീണ്ടും മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് അത് മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് 2 മാസം വേണം എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഈ 2 മാസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിയമനത്തിൻ്റെ ഉറപ്പ് തരാമോ?
ഞങ്ങൾക്ക് എഴുതിയൊന്നും വേണ്ട. കാരണം എല്ലാ സമരക്കാരും പറയാറ് അത് രേഖാമൂലം വേണമെന്നാണ്. ഞങ്ങൾ അതുപോലും പറഞ്ഞിട്ടില്ല. വാക്കാൽ ഒരു ഉറപ്പ് നൽകാമോ ചോദിച്ചു. പക്ഷേ അപ്പം മുഖ്യമന്ത്രി പറഞ്ഞ് വാക്കാൽ ഉറപ്പ് നൽകാൻ സാധിക്കില്ല, വേണമെങ്കിൽ വിശ്വസിച്ചുകൊള്ളൂ, നിങ്ങൾക്ക് സമരം ചെയ്യണമെങ്കിൽ സമരം ചെയ്യാം, വേണമെങ്കിൽ എടുത്തുകൊള്ളൂ, എനിക്കതിന് സമയമില്ല. അപ്പോൾ വീണ്ടും ഞങ്ങൾ പറഞ്ഞു ഓക്കെ എങ്കിൽ എയ്ഡഡുകാരെ തിരുവനന്തപുരത്ത് എയ്ഡഡ് സ്കൂളുകളിലെ 50-ലധികം അധ്യാപകരെ ഡിവിഷൻ 4 വന്നപ്പോൾ അവർ നിയമിച്ചത് സർക്കാർ സ്കൂളിലേക്കാണ്. 2 നീതിയാണ് ഇവിടെ. അതായത് നിങ്ങൾ കേൾക്കണം സമൂഹമേ, എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർക്ക് ജോലി പോയപ്പോൾ സർക്കാർ സ്കൂളിലേക്ക് നിയമിക്കുകയും സർക്കാർ സ്കൂളിൽ ജോലി പോയ ആലപ്പുഴയിലെ അധ്യാപകരെ പിറ്റേന്ന് മുതൽ വീട്ടിൽ വരണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ വീട്ടിലിരുന്നോളൂ എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുകയും ചെയ്യുന്ന സർക്കാർ. ഇത് ഇരട്ടി നീതിയാണ്. കാശുള്ളവന് സർക്കാർ സ്കൂളിലും ജോലി നൽകും, കാശില്ലാത്തവന് ജോലി പോയാൽ വീട്ടിലിരിക്കണം. അതാണ് സർക്കാരിൻ്റെ നിയമം. അതായത് കാശുകാർക്ക് മാത്രമായ നിയമം. അങ്ങനെ ഇന്നലെ 1:1 ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് എയ്ഡഡുകാരുടെ കാര്യം നിങ്ങൾ സംസാരിക്കരുത്, എയ്ഡഡുകാർക്കെതിരെ നിങ്ങൾ സംസാരിക്കരുത് എന്നുള്ളതാണ്. കാരണം ഇവിടെ ഞങ്ങൾക്ക് പിന്നെ ആരാണ് നീതി നൽകുക? പണ്ടെങ്ങാണ്ട് ഉണ്ടാക്കി വെച്ച ഒരു നിയമങ്ങൾ മനുഷ്യൻ്റെ കാലാനുസൃതമായി മാറ്റപ്പെടേണ്ടവയല്ലേ? അതിനല്ലേ നിയമനിർമ്മാണ സഭകളും നമ്മുടെ ജനപ്രതിനിധികളുള്ളത്. മനുഷ്യോപകാരമായ രീതിയിൽ നിയമങ്ങൾ മാറ്റപ്പെടണം, ഞങ്ങൾക്ക് നീതിപൂർവമായ നിയമനം കിട്ടണം. അതുതന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അതെ, അത് തന്നെയാണ്. അതായത് ജന്തർ മന്ദിർ മാത്രമല്ല, ഞങ്ങൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഒരു നോട്ടീസ് ഉണ്ട്. അതായത് ജന്തർ മന്ദിർ എന്ന് കണ്ടാൽ മുഖ്യമന്ത്രി പോകും, സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് വരില്ല. പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷനും മുഖ്യമന്ത്രി പോകും. ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷനും ഇന്ന് ഒരുക്കിയിട്ടുണ്ട്. കാരണം ബർത്ത്ഡേ സെലിബ്രേഷൻ കേക്ക് കട്ടിങ് സെറിമണിയിലേക്ക് പോകാനും മുഖ്യമന്ത്രിക്ക് നല്ല താല്പര്യമാണ്. പക്ഷേ സെക്രട്ടേറിയറ്റ് പടിക്കലിരിക്കുന്ന ഈ പാവപ്പെട്ട പൈസയില്ലാത്ത ഈ പഠിച്ച മികച്ച ഉദ്യോഗാർത്ഥികളെ കാണാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കണ്ണിന് ഇരുട്ടാണ്. ആദ്യം മുഖ്യമന്ത്രി ചെയ്യേണ്ടത് ENT ഡോക്ടറെ കാണുകയാണ്. കണ്ണിൻ്റെ കാഴ്ച കുറവെങ്കിൽ അത് പരിശോധിക്കുകയും പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചെവി ആദ്യം ഒന്ന് പരിശോധിക്കുകയും വേണം. കാരണം ഈ 2 മാസം കൊണ്ട് എല്ലാം പാടെ മറന്നു പോയിരിക്കുന്നു. അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം ഈ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാം പാടെ മറന്നു പോയിരിക്കുന്നു. അതാണ് നമ്മുടെ മുഖ്യമന്ത്രി. എൻ്റെ പേര് മുഹമ്മദ് മൻസൂർ, മലപ്പുറം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.